കോൺഗ്രസിനെ ഞെട്ടിച്ച ആ പടലപിണക്കത്തിന് വിരാമം. ശശി തരൂർ ഇനി എങ്ങോട്ട് എന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു. കെ.സി. വേണുഗോപാലിന്റെ ആ ഒരു ഫോൺ കോൾ. അവിടെയാണ് കളി മാറിയത്. വിശ്വപൗരൻ ഇനി കോൺഗ്രസിന്റെ കുന്തമുനയാകും. ജെൻസി കണക്ട് വഴി യുവമനസ്സുകളെ കീഴടക്കാൻ തരൂർ ഇറങ്ങുമ്പോൾ കേരള രാഷ്ട്രീയം ആവേശക്കടലിലാകുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കോൺഗ്രസ് ക്യാമ്പുകൾ നിശബ്ദമായിരുന്നു. കൊച്ചി മഹാപഞ്ചായത്ത് വേദിയിൽ രാഹുൽ ഗാന്ധി തരൂരിന്റെ പേര് പരാമർശിക്കാതിരുന്നത് വലിയ വിവാദമായി. തിരഞ്ഞെടുപ്പ് സമിതി യോഗങ്ങളിൽ നിന്ന് തരൂർ വിട്ടുനിന്നു. CPM-ലേക്ക് അദ്ദേഹം ചേക്കേറുമെന്ന അഭ്യൂഹങ്ങൾ വരെ പരന്നു. എന്നാൽ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് ഒരു ഫോൺ കോൾ എത്തി. AICC സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ നേരിട്ട് തരൂരിനെ വിളിച്ചു. പരാതികൾ കേട്ടു. കൊച്ചിയിൽ സംഭവിച്ചത് വെറുമൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആണെന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തി. പരാതികൾ പാർട്ടി ഫോറങ്ങളിൽ പരിഹരിക്കപ്പെടുമെന്നും അർഹമായ പരിഗണന നൽകുമെന്നുമുള്ള കെ.സിയുടെ ഉറപ്പിൽ തരൂർ വഴങ്ങി. ഇതോടെ മഞ്ഞുരുകി. തരൂർ വീണ്ടും സജീവമാകാൻ തീരുമാനിച്ചു. ഇനി ലക്ഷ്യം 2026 ഭരണ തുടർച്ച ആഗ്രഹിക്കുന്ന LDFനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ഇറക്കുന്ന വജ്രായുധമാണ് ശശി തരൂർ. യുവാക്കളെയും പുത്തൻ വോട്ടർമാരെയും ആകർഷിക്കാൻ ജെൻസി കണക്ട് എന്ന സ്പെഷ്യൽ ക്യാമ്പയിന്റെ ചുമതല തരൂരിന് നൽകാനാണ് നീക്കം. രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി തരൂർ ഉടൻ പ്രചാരണത്തിന്റെ മുൻനിരയിലെത്തും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഉടൻ തരൂരുമായി ചർച്ച നടത്തും. പ്രിയങ്ക ഗാന്ധിയും സജീവമായി രംഗത്തുണ്ടാകും. പ്രതിസന്ധികൾ തീർന്നു, ലക്ഷ്യം അധികാരം മാത്രം. തരൂർ തിരിച്ചു വരുമ്പോൾ UDF ക്യാമ്പുകളിൽ ഇരട്ടി ആവേശം. പരാതികൾ തീർന്നു, ലക്ഷ്യം അധികാരം. കോൺഗ്രസിന്റെ ഈ നീക്കം തിരഞ്ഞെടുപ്പിൽ എന്ത് ചലനമുണ്ടാക്കും എന്നാണ് ഇനി അറിയേണ്ടത്. The Hourly News, truth every hour.